ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പും ചാളയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ചേമ്പും ചാളയും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചാളേനെ ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വരഞ്ഞതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ എരിവൊക്കെ ചാളയമ്മ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ തിളച്ച് വറ്റണം. അത്യാവശ്യം വെള്ളമൊക്കെ നല്ലപോലെ വറ്റിക്കഴിഞ്ഞാലേ നമ്മുടെ ചാള നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അങ്ങനത്തെ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് നമ്മുടെ ചാളയമേൽ നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ചാറും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേ വേണ്ടുള്ളൂ. അപ്പോൾ അതേ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചും കൂടി എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാള ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചേമ്പാണ് കേട്ടോ. അപ്പോൾ ചേമ്പിനെ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അത്യാവശ്യം നമ്മളൊരു 2-3 ചേമ്പ് എടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു മിക്സായി കിട്ടും അത്. അപ്പോൾ അതാണ് നമ്മളൊരു 3 വിത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താളും കൂടെ വേണം. താളും നമ്മൾ പറമ്പിൽ പോയി പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചേമ്പ് പറിക്കാൻ പോയപ്പോൾ. ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് അരിഞ്ഞ് ഒന്ന് വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. നമ്മുടെ ചേമ്പിന് അത്യാവശ്യം നല്ലൊരു പശപശപ്പ് ഉണ്ടാവും. അപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ടാട്ടോ നമ്മൾ അരിഞ്ഞിടുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ അടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ആ പീസുകളാക്കിയതിന് ശേഷം വേണം നമുക്ക് താള് ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ ഇതൊന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. അങ്ങനെ നമ്മുടെ ചേമ്പ് വിത്ത് ഏകദേശം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറമ്പിൽ നിന്ന് താള് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചേമ്പിൻ്റെ വിത്ത് മാത്രം ഇടുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല. നമുക്ക് ഈ താളും കൂടെ ചേരുമ്പോഴാണ് അത് ശരിക്കും നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടുന്നത്. താളിൻ്റെ കൂടെ ചേമ്പിൻ്റെ കടയും കൂടി ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ആ കടഭാഗം ഒരു കട്ടിയായിട്ട് തന്നെ ഇങ്ങനെ കിടക്കും. നമുക്കൊരു ക്രിസ്പി ആയിട്ട് കടിച്ച് തിന്നാൻ പറ്റുന്ന പോലെ ആയിരിക്കും. അപ്പോൾ താളും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് വേവിക്കാൻ ഇടണം. അങ്ങനെ നമ്മുടെ ചേമ്പൂത്ത് കഴുകി നമ്മൾ അടപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ താളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ അടിക്കേണ്ടവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസിലടുപ്പിച്ചാൽ മതി. നമ്മൾ കുക്കറിൽ അടിക്കുന്നില്ല. അപ്പോൾ അതേ നമ്മുടെ ചേമ്പും താളും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാളയുടെ മുള്ള് കളയണമെന്നില്ല. നമുക്ക് മുള്ള് അധികം ഇഷ്ടമല്ലാത്ത കാരണമാണ് നമ്മൾ ഈ കളയുന്നത് കേട്ടോ. അപ്പോൾ ഈ മുള്ള് കളഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് തന്നെ നമ്മൾ ഈ ചാളയുടെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുമായിരുന്നു കേട്ടോ. ഈ മുള്ള് നമുക്ക് കടിക്കുമ്പോൾ നമ്മൾ ആ കഴിക്കുന്നതിൻ്റെ ആ ഒരു സുഖം നഷ്ടപ്പെടും. അപ്പോൾ അതാണ് ഞാൻ ഈ മുള്ള് കളയുന്നത്. അപ്പോൾ മുള്ള് കളയേണ്ടാത്തവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും മിക്സ് ചെയ്യാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ വേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചേമ്പും താളും ഒക്കെ കൂടെ നമ്മുടെ ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ ചേമ്പും അതുപോലെ തന്നെ ചാളയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി ആ ചാറൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാലേ നമ്മുടെ ഈ ചേമ്പുമ്മൽ അതിൻ്റെ ചാളയുടെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ശരിക്കൊന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കണം. നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ ചേമ്പും ചാളയും. അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.